ആരെഴുതിയ കൃതിയാണ് ഒരു പിടി പെൺകുട്ടികൾ? ഓപ്ഷൻ എ പി വത്സല, ഓപ്ഷൻ ബി CS ചന്ദ്രിക, ഓപ്ഷൻ സി ഗീത ഹിരണ്യൻ, ഓപ്ഷൻ ഡി സാറ ജോസഫ്, ഓപ്ഷൻ ഇ പി ചന്ദ്രമതി. ഒരു പിടി പെൺകുട്ടികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. ഇവരെയൊക്കെ അറിയാമോ? സാറ ജോസഫിനെ അറിയാം, പി വത്സലെ അറിയാം, ഗീത ഹിരണ്യൻ ഇവരെ അറിയാം. ഗീത ഹിരണ്യൻ ആരാണ്? കേട്ടിട്ടുണ്ട്. KK ഹിരണ്യൻ എന്നൊരു കവിയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, കോളേജ് അധ്യാപികയായിരുന്നു. ഗീത മരിച്ചുപോയി. ലളിതാംബ എന്നതിന്റെ കുടുംബത്തിലെയാണ് ഗീത ഹിരണ്യൻ. എല്ലാവരെയൊക്കെ അറിയാം അല്ലേ? അപ്പോ ആരെഴുതിയ കൃതിയായിരിക്കും ഒരു പിടി പെൺകുട്ടികൾ? ഞാൻ ബുക്ക് വായിക്കാത്ത കൂട്ടത്തിലാണ്, അതുകൊണ്ട് എനിക്കിതിലെ ഓപ്ഷനില് ഞാൻ കൃതികളൊന്നും അങ്ങനെ വായിക്കാറില്ല. ചന്ദ്രമതിയാണോ, സാറ ജോസഫ് ആണോ, CS ചന്ദ്രികയാണോ, ഗീത ഹിരണ്യനാണോ, പി വത്സലയാണോ? ഈ പുസ്തകം DC ബുക്സ് ആണ് പുസ്തകപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പിടി പെൺകുട്ടികൾ. 10 ലക്ഷത്തിന്റെ ചോദ്യമാണ്. അറിയാമല്ലോ ഈ ചോദ്യത്തിന്റെ അപകടം അറിയാമല്ലോ. നമ്മൾ തെറ്റിപ്പോയാൽ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നു, കളരിക്ക് പുറത്താകുന്നു. വിജയകരമായ നെച്ചൂരിലേക്ക് ഒരു യാത്ര, വിജയകരമായ പിന്മാറ്റം. CO DO ആണെന്നാണ്. ഇതിന് പിടിവള്ളികളെ ഇല്ല. ഒരെണ്ണം ഉറപ്പിച്ചേ പറ്റൂ. CO DO ആണ് അല്ലേ? അതെന്താ, സാറാ ജോസഫും കോളേജ് അധ്യാപികയാണോ അങ്ങനെ തോന്നിയത്? ഞാനങ്ങനെ നോവലും കവിതകളൊന്നും വായിക്കാത്ത കൂട്ടത്തിലാണ്. പാട്ടുകളോടും ഡാൻസിനോട് താല്പര്യം ഇല്ലാത്തതാണ്. അത് ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല. വായിച്ചൂടെ? ഇല്ല സർ, എന്നാലും ഞാൻ അങ്ങനെ വായിക്കാറില്ല. പേപ്പർ, TV അല്ല സർ. ഞാൻ ന്യൂസ്, ഡിബേറ്റ് കാണും, ക്രിക്കറ്റ് കാണും, പിന്നെ ന്യൂസ് പേപ്പർ വായിക്കും. അല്ലാതെ കൃതികളോട് അത്ര താല്പര്യമില്ല. അക്ഷരവിരോധിയാണോ? അക്ഷരവിരോധിയല്ല, എന്നാലും എനിക്ക് നോവലുകൾ അങ്ങനെ ഇഷ്ടമല്ല. സമയമാകുന്നു. ആ സർ. പിടിച്ചൊടിക്കണ്ട വരല്ലേ പാവടെ വെച്ചേര് സർ. സിക്ക് പോവാം. ഗീത ഹിരണ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? കൂട്ടോ? കൂട്ടാ സർ. കൂട്ടി. എന്തായാലും വരുന്നവിടെ വെച്ച് കാണാം. അപ്പൊ അച്ഛാ, ഈ ഉത്തരം ശരിയായിരിക്കും. ഗീത ഹിരണ്യൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. സംശയമുണ്ട്. അനുസരിക്കോ? ഞാൻ പൊതുവെ മലയാളം ബുക്ക് വായിക്കാറില്ല, ഞാൻ ഇംഗ്ലീഷ് മാത്രമേ വായിച്ചിട്ടുള്ളൂ. എങ്കിൽ ഇംഗ്ലീഷ് ബുക്കിന്റെ കാര്യം ചോദിക്കട്ടെ? അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ഹാരി പോട്ടറൊക്കെ വായിക്കും. ഇനി മലയാളം ബുക്ക് വായിച്ചില്ലെങ്കിൽ ബൈച്ചേട്ടന് ഇതില് എന്തെങ്കിലും ഒരു അഭിപ്രായം തോന്നിയോ? മനുഷ്യന് വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പൊ ബൈച്ചേട്ടന്റെ വിശ്വാസം ബൈച്ചേട്ടൻ രക്ഷിക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ ഗീത ഹിരണ്യൻ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളായിരുന്നു. അകാലത്തിലെ മരിച്ചുപോയ ഒരാളാണ് ഗീത. അപ്പോ ഗീത ഹിരണ്യൻ VP ശിവകുമാർ എന്നൊരു കഥാകൃത്തുണ്ടായിരുന്നു, ഒരു കോളേജ് പ്രൊഫസർ ഉണ്ടായിരുന്നു മലയാളത്തിൽ. അതായത് നല്ല കഥകളായിരുന്നു VP ശിവകുമാറിന്റെ കഥകൾ. അപ്പൊ ഈ ശിവകുമാർ സാറിന്റെ ശിഷ്യയായിരുന്നു ഗീത ഹിരണ്യൻ. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അർബുദ രോഗം വന്നു. ശിവകുമാർ സാറിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഗീത പറഞ്ഞു, സാറൊന്നുകൊണ്ടും പേടിക്കണ്ട, ഈ രോഗമൊന്നും സാറിനെ ആക്രമിക്കത്തില്ല, ഈ രോഗം കടന്നു പോകും, ഈ ഉണർന്നു വന്ന ക്യാൻസർ സെല്ലുകൾ താനെ ഉറങ്ങിക്കൊള്ളും എന്ന് സമാധാനിപ്പിച്ചു. സാറിന് വലിയ സമാധാനമായി. കുറച്ച് ആഴ്ചകൾ കഴിയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വാർഡിൽ ഈ ഗീത ഹിരണ്യനെ രോഗം ബാധിച്ച് പ്രവേശിപ്പിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇതേ രോഗം ഗീതയ്ക്ക് ബാധിച്ചു എന്ന് മനസ്സിലായി. അവിടെ കാണാൻ VP ശിവകുമാർ വരുന്നു. ഗീത കടന്നു പോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ജീവിതം. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നുമല്ല. ഹിരണ്യൻ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ്. എൻ്റെ വീടിൻ്റെ, ഞാൻ ജനിച്ചു വളർന്ന മേലില എന്ന ഗ്രാമത്തിന്റെ അടുത്ത് തന്നെയാണ് ഈ കോട്ടവട്ട തില്ലം എന്ന് പറയുന്നത്. അവിടെയാണ് അന്തർജനം ജനിച്ചത്. ലളിതാംബി അന്തർജനം. കേരളത്തിലെ ഒരുപാട്, ഇപ്പൊ D ദാമോദരം പോറ്റി നിയമസഭാ സ്പീക്കറൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ജീവിച്ചിരുന്ന ഒരു വീടാണത്. അപ്പൊ ആ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് ഗീത ഹിരണ്യൻ. ഇപ്പൊ ഹിരണ്യൻ തൃശ്ശൂർ ഉണ്ട് താനും. അപ്പൊ ഓക്കെ, അത് ഞാൻ ഓർത്തുപോയിന്ന് മാത്രം. മോനിഷ, എന്റെ മുഖത്തേക്ക് നോക്കൂ. താങ്കൾ വളരെ പ്രതീക്ഷയോടെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം താങ്കൾ പറഞ്ഞത് തെറ്റാണ്. ചന്ദ്രമതിയാണ് ശരി ഉത്തരം.